കല്യാണത്തിന് മുന്നുള്ള ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ് നമ്മുടെ സംഗീത് നൈറ്റ്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വൈകുന്നേരം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് കല്യാണ വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ. വന്നപ്പോൾ നമ്മളെ കല്യാണപ്പണ്ട് ഗംഭീര പോസിങ്. അതോടൊപ്പം തന്നെ എല്ലാ കസിൻസും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമ്മളും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം 7 മണി 7:30 കൂടിയിട്ട് ഗ്രൂമിന്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടോ. അവരും കുറച്ചില്ല. നമ്മളെ ഗ്രൂമിന്റെ എൻട്രി അടിപൊളിയായിരുന്നു കേട്ടോ. കൂടെ ഗ്രൂമിന്റെ ഫ്രണ്ട്സും ചേച്ചിയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു. ചെക്കന്റെ വീട്ടുകാർ വന്നപ്പോൾ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു കേട്ടോ. നമ്മുടെ ഓരോ പെർഫോമൻസിനും പിന്നിലുണ്ടായിരുന്ന നമ്മുടെ പ്രാക്ടീസും അതോടൊപ്പം തന്നെ നമ്മളെ പൊട്ടത്തരങ്ങളും കളിയും ചിരിയും ഇതൊക്കെ കൂടി ചേരുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ദിവസം ഉഷാറാക്കുന്നത്. അങ്ങനെ നമ്മുടെ സംഗീത് നൈറ്റ് അടിപൊളിയായിട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗ്രൂമിന്റെ സൈഡിൽ നിന്നും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സും അതോടൊപ്പം തന്നെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെയും എല്ലാവരുടെയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഫാമിലി ഒത്തുചേർന്നുള്ള ഇങ്ങനെ ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് മെമ്മറീസ്. പ്രോഗ്രാം സ്റ്റാർട്ട് ആവാൻ തന്നെ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ തീരാനും ലേറ്റായി. അപ്പോൾ വേഗം ഒരു 10-10:30 ആയിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ. കാരണം ചെക്കൻ്റെ വീട്ടുകാർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ടേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. കാരണം പിറ്റേ ദിവസമാണല്ലോ കല്യാണം. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വേഗം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡെസേർട്ട് ഉണ്ടായിരുന്നു. സൈഡിൽ ഐസ്ക്രീമും അതേപോലെ തന്നെ ഗുലാബ് ജാമുനും അതൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മേനെയും അച്ഛനെയും വീട്ടിലാക്കിയിട്ട് എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ആളെയും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഗുരുവായൂർക്ക് പോയി. കാരണം പിറ്റേ ദിവസത്തെ മെയിൻ താരം നമ്മുടെ മുല്ലപ്പൂ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾ പോയി കുറച്ച് മൊട്ട് വാങ്ങി വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ബാക്കി നമ്മുടെ കല്യാണ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.